ലോകകപ്പ് കാണാൻ മെക്സിക്കോയിലെ ഗ്വാഡലഹാരയിൽ എത്തുന്ന കാണികൾക്ക് പുത്തൻ അനുഭവം നൽകുന്ന ഒരു ഇടമുണ്ട്. മെക്സിക്കോയുടെ സ്വന്തം ടെക്വില പട്ടണം. ലോകപ്രശസ്തമായ ടെക്വില എന്ന മദ്യം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നേരിട്ട് കാണാനും അതിൻ്റെ രുചി അറിയാനും വൻ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഗ്വാഡലഹാര സ്റ്റേഡിയത്തിൽ നിന്നും ഏകദേശം 56 കിലോമീറ്റർ അകലെയാണ് ടെക്വില എന്ന കൊച്ചു പട്ടണം. നീലയും പച്ചയും കലർന്ന നിറമുള്ള അഗാവെ ചെടികളുടെ തോട്ടങ്ങളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ടെക്വില മദ്യത്തിന്റെ പ്രധാന ചേരുവ ഈ ചെടികളുടെ കിഴങ്ങുകളാണ്. ഇവിടുത്തെ ഡിസ്റ്റിലറികളിലേക്ക് ടൂറിസ്റ്റുകളുടെ പ്രവാഹമാണ്. ടെക്വില മദ്യത്തിന്റെ നിർമ്മാണം വിശദമാക്കാൻ ഗൈഡുകളുമുണ്ട് ഇവിടെ. അഗാവെ കിഴങ്ങുകൾ വലിപ്പമനുസരിച്ച് 2 or 4 മുറിച്ച ശേഷം ഓട്ടോക്ലേവ് എന്ന വലിയ സ്റ്റീം ഓവനുകളിലേക്ക് മാറ്റുന്നു. ഏകദേശം 12 മണിക്കൂറോളമാണ് ഇത് ആവിയിൽ വേവിക്കുന്നത്. പിന്നീടാണ് ഓക്കുമരത്തിന്റെ തടിയിൽ നിർമ്മിക്കുന്ന വീപ്പകളിലേക്ക് മാറ്റുന്നത്. കണ്ടറിയാൻ മാത്രമല്ല, ടെക്വില രുചിച്ചറിയാനും അവസരമുണ്ട്. വൈറ്റ് ടെക്വില, പിൻ ടെക്വില എന്നിവയ്ക്ക് പുറമെ വർഷങ്ങളോളം ഓക്ക് ബാരലിലിട്ട് വീര്യം കൂട്ടിയ ഏജ്ഡ് ടെക്വിലയുമുണ്ട് ഇവിടെ. Es partido de 2 a 4 partes, todo depende del tamaño. Se transporta y manualmente se deposita dentro de cada horno, que se les conocen como las autoclaves. Funciona por medio de vapor. Se dejan cociendo 12 horas. Una vez que están cocidas, ahora la sacan y manualmente la pasan a una máquina que la conocemos como la desgarradora. Justamente se encarga de triturar y desgarrar toda la piña ya cocida. Una vez que está desgarrada, pasa por todas las bandas y de los molinos. En los molinos cada uno tiene un rodillo. Ese rodillo se encarga prácticamente de exprimir y así extraer el mayor jugo posible. മെക്സിക്കോയിലെ ഗ്വാഡലഹാരയിൽ ഇപ്പോൾ എത്തിയാൽ രണ്ടുണ്ട് കാര്യം. ഫുട്ബോൾ ലഹരിയിൽ ആറാടുന്നതിനൊപ്പം ടെക്വിലയുടെ ലഹരിയും നേരിട്ട് ആസ്വദിക്കാം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും അതോടൊപ്പം തന്നെ പോർച്ചുഗലിനും ഇന്ന് നിർണായകമാണ്. ആദ്യ മത്സരത്തിൽ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.